നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പ്രോബ്ലത്തിൻ്റെ പേരാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം അല്ലെങ്കിൽ ട്രാവലിംഗ് സെയിൽസ് പേഴ്സൺ പ്രോബ്ലം. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഡിസൈൻ ടെക്നിക്കിൻ്റെ പേര് ഡൈനാമിക് പ്രോഗ്രാമിംഗ്. അപ്പോൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ TSP ട്രാവലിംഗ് സെയിൽസ് പേഴ്സൺ പ്രോബ്ലം എന്ന ഈ TSP പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്നും എന്താണ് ഈ പ്രോബ്ലം എന്നും നമുക്ക് നോക്കാം. നമുക്ക് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഈ ഗ്രാഫിൽ കാണുന്ന ഈ ഓരോന്നും ഓരോ സിറ്റീസാണ്. ഓക്കെ, അപ്പോൾ കുറേ സിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിലേതെങ്കിലും ഒരു സിറ്റിയിൽ നിന്ന് നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു സിറ്റിയിൽ നിന്ന് ജേണി സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ സിറ്റി 1 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ 1 എന്ന സിറ്റിയിൽ നിന്ന് ഞാൻ എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതിനുശേഷം പറയുന്നത്, ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന വ്യക്തി ഒരു പർട്ടിക്കുലർ സിറ്റിയിൽ നിന്ന് ജേണി ബിഗിൻ ചെയ്യുകയും മറ്റ് എല്ലാ സിറ്റികളെയും ഒരേ ഒരു തവണ വിസിറ്റ് ചെയ്യുകയും തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തിരിച്ചെത്തുകയും ചെയ്യണം. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഏതെങ്കിലും ഒരു സിറ്റിയിൽ നിന്ന് ജേണി സ്റ്റാർട്ട് ചെയ്യണം. മറ്റെല്ലാ സിറ്റികളും ഒരേ ഒരു തവണ മാത്രം വിസിറ്റ് ചെയ്യുക. അതായത് ഒരിക്കൽ വിസിറ്റ് ചെയ്ത സിറ്റിയെ രണ്ടാമത് വീണ്ടും വിസിറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. എല്ലാ സിറ്റികളെയും വിസിറ്റും ചെയ്യണം. ഒരേ ഒരു തവണ മാത്രമേ വിസിറ്റും ചെയ്യാവൂ. അങ്ങനെ എല്ലാവരെയും വിസിറ്റ് ചെയ്ത ശേഷം ഏത് സിറ്റിയിൽ നിന്നാണോ ജേണി തുടങ്ങിയത് ആ സിറ്റിയിലേക്ക് തന്നെ തിരിച്ചെത്തുകയും വേണം. അപ്പോൾ ഇതാണ് പ്രോബ്ലം. യു ഹാവ് ടു സ്റ്റാർട്ട് ദ ജേണി അറ്റ് എ പർട്ടിക്കുലർ സിറ്റി. യു ക്യാൻ വിസിറ്റ് ഓൾ ദ സിറ്റീസ് അറ്റ്ലീസ്റ്റ് വൺസ് ഒരേ ഒരു തവണ മാത്രം വിസിറ്റ് ചെയ്യുക. ആൻഡ് ദെൻ റിട്ടേൺ ബാക്ക് ടു ദ സ്റ്റാർട്ടിംഗ് സിറ്റി. തുടക്കത്തിലെ സിറ്റിയിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യുകയും വേണം. ഇനി എങ്ങനെയാണ് റിട്ടേൺ ചെയ്യേണ്ടത്? വിത്ത് മിനിമം കോസ്റ്റ്. അതായത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ വളരെ ചെറിയ ഡിസ്റ്റൻസ് മാത്രം കവർ ചെയ്ത്. മിനിമം കോസ്റ്റ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കേണ്ടത് നമ്മൾ ഇപ്പോൾ 1 എന്ന സിറ്റിയിൽ നിന്ന് 2ലേക്ക് പോയി, 2ൽ നിന്ന് 4ലേക്ക് പോയി, 4ൽ നിന്ന് 3ലേക്ക് പോയി, 3ൽ നിന്ന് തിരിച്ച് 1ലേക്ക് പോയി. ഇതാണ് നമ്മൾ തിരഞ്ഞെടുത്ത പാത്തെങ്കിൽ ഉണ്ടായിരുന്ന എല്ലാ പാത്തുകളിലും ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ഉള്ള പാത്തായിരിക്കണം ഇത്. എങ്കിൽ മാത്രമേ അത് നമ്മുടെ സൊല്യൂഷൻ ആകുന്നുള്ളൂ. അപ്പം ഒന്നിലധികം പാത്തുകൾ അവൈലബിൾ ആണെങ്കിൽ പോലും അവയിൽ നിന്നൊക്കെ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന പാത്ത് ഏതോ ആ പാത്തിനെ തിരഞ്ഞെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ടിംഗ് സിറ്റിയിൽ തിരിച്ചെത്തണം. അപ്പോൾ എന്താണ് പ്രോബ്ലം? ഒരു പർട്ടിക്കുലർ സിറ്റിയിൽ നിന്ന് ജേണി ബിഗിൻ ചെയ്യുന്നു. മറ്റെല്ലാ സിറ്റികളും ഒരേ ഒരു തവണ മാത്രം വിസിറ്റ് ചെയ്യുകയും തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തിരിച്ചെത്തുകയും ചെയ്യണം. വിത്ത് മിനിമം ഡിസ്റ്റൻസ്, ഏറ്റവും ചുരുങ്ങിയ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വേണം ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ. എങ്കിൽ ഏത് പാത്താണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഏറ്റവും മിനിമം ഡിസ്റ്റൻസിലൂടെ എല്ലാ സിറ്റികളെയും ഒരേ ഒരു തവണ വിസിറ്റ് ചെയ്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തിരിച്ചെത്തത്തക്ക രീതിയിൽ ഏറ്റവും നല്ല പാത്ത് ഏതാണെന്ന് കണ്ടുപിടിക്കുന്ന പ്രോബ്ലമാണ് ട്രാവലിംഗ് സെയിൽസ് പേഴ്സൺ പ്രോബ്ലം. ഇത് സോൾവ് ചെയ്യാനായി നമ്മൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഈ ഗ്രാഫിനോടൊപ്പം നമുക്കൊരു മെട്രിക്സ് കൂടി തന്നിട്ടുണ്ട്. എന്താണ് ഈ മെട്രിക്സ്? മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റുകളെല്ലാം 0 ഇത് അർത്ഥമാക്കുന്നത് 1ൽ നിന്ന് സിറ്റി 1ലേക്ക് തന്നെ, സിറ്റി 1ലേക്ക് തന്നെ പോകാനുള്ള ദൂരം 0. സിറ്റി 2ൽ നിന്ന് 2ലേക്ക് തന്നെ പോകാനുള്ള ദൂരവും 0. 3ൽ നിന്ന് 3ലേക്കുള്ള ദൂരവും 0, 4ൽ നിന്ന് 4ലേക്കുള്ള ദൂരവും 0. അപ്പോൾ ഡയഗണൽ എലമെൻറ്റുകളെല്ലാം 0 ആവാനുള്ള കാരണം ഒരു സിറ്റിയിൽ നിന്ന് ആ സിറ്റിയിലേക്ക് തന്നെ പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 0. ഇനി മറ്റൊന്ന്, എന്താണ് ഈ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 2 എന്ന സിറ്റിയിൽ നിന്ന് 1 എന്ന സിറ്റിയിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസാണ് 5 കിലോമീറ്റേഴ്സ്.
പക്ഷേ 1 എന്ന സിറ്റിയിൽ നിന്ന് 2 എന്ന സിറ്റിയിലേക്ക് പോകാനുള്ള ദൂരമോ 1ൽ നിന്ന് 2ലേക്ക് പോകാനുള്ള ദൂരം 10 ആണ്. അപ്പോൾ ഓരോ വാല്യൂവും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ സിറ്റി ഐയിൽ നിന്ന് സിറ്റി ജെയിലേക്ക് പോകാനുള്ള ദൂരമാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് പോകാനുള്ള ദൂരം. അപ്പോൾ ഈ 13 എന്താണ്? 13 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സിറ്റി 3യിൽ നിന്ന് സിറ്റി 2ലേക്കുള്ള ദൂരമാണ് 13 എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായി? ഗ്രാഫ് എന്താണ്? കുറേ സിറ്റികളാണ്, അവരുടെ ഇടയിൽ കണക്ട് ചെയ്യപ്പെട്ട കുറേ റോഡുകളും ഈ റോഡുകളുടെ ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റേഴ്സുമാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നമ്മുടെ പ്രോബ്ലത്തിലേക്കുള്ള ഇൻപുട്ട്, ഒരു ഗ്രാഫും ഒരു മെട്രിക്സും. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം സ്റ്റേജ് 1. സ്റ്റേജ് 1ൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സ്റ്റേജ് 1ൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ ആണ് ജി ഓഫ് I, 5. G of I, 5 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം, ഇപ്പോൾ G ഒരു കോസ്റ്റാണ്. എവിടെ നിന്നുള്ള കോസ്റ്റ്? നോഡ് ഐയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പാത്തിൻ്റെ കോസ്റ്റ്. നോഡ് ഐയിൽ നിന്ന് എങ്ങോട്ടുള്ളത്? നോഡ് ഐയിൽ നിന്ന് സ്റ്റാർട്ടിംഗ് നോഡായ 1ലേക്കുള്ള ദൂരമാണ് എഴുതേണ്ടത്. അപ്പോൾ 5 എന്ന് പറഞ്ഞാലോ? 5 എന്ന് പറഞ്ഞാൽ ഐയിൽ നിന്ന് 1ലേക്ക് എത്തുകയും വേണം, ഇവരുടെ ഇടയിൽ ഒരു നോഡ് പോലും ഉണ്ടാകാൻ പാടില്ല. സോ ജി ഓഫ് I, 5 എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ദ പാത്ത് ഫ്രം നോഡ് ഐ ടു 1. ഐ എന്ന നോഡിൽ നിന്ന് 1ലേക്കുള്ള പാത്തിൻ്റെ കോസ്റ്റ് വിത്ത് നോ വെർട്ടീസസ് ഇൻ ബിറ്റ്വീൻ. ഇവരുടെ ഇടയിൽ മറ്റൊരു വെർട്ടെക്സോ സിറ്റിയോ വരാൻ പാടില്ല. എന്ന് വെച്ചാൽ ഐ എന്ന സിറ്റിയിൽ നിന്ന് 1ലേക്കുള്ള നേരിട്ടുള്ള റോഡിൻ്റെ ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റേഴ്സാണ് എഴുതേണ്ടത്. മനസ്സിലായോ? ശരി, ജനറൽ ഫോർമാറ്റ് മനസ്സിലായി എങ്കിൽ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? ജി ഓഫ് 1,5. 1,5 എന്നെന്താ? 1ൽ നിന്ന് 1ലേക്ക് തന്നെയുള്ള ദൂരം വിത്ത് നോ നോഡ് ഇൻ ബിറ്റ്വീൻ. ഇതേപോലെ എന്ത് കണ്ടുപിടിക്കണം? ജി ഓഫ് 2,5. 2,5 എന്താണ്? 2ൽ നിന്ന് 1ലേക്കുള്ള ദൂരം. ഈ 1 എന്ന് പറയാൻ കാരണം 1 സ്റ്റാർട്ടിംഗ് നോഡാണ്. അപ്പം ആദ്യം ഈ ഭാഗത്ത് എഴുതപ്പെടുന്ന നോഡിൽ നിന്ന് 1ലേക്കുള്ള ദൂരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ജി ഓഫ് 2,5 എന്ന് പറഞ്ഞാൽ 2ൽ നിന്ന് 1ലേക്കുള്ള ദൂരം, ഇവരുടെ ഇടയിൽ മറ്റ് വെർട്ടെക്സുകളൊന്നുമില്ല. ജി ഓഫ് 3,5 എന്ന് പറഞ്ഞാൽ 3ൽ നിന്ന് 1ലേക്കുള്ള ദൂരം, ഇവരുടെ ഇടയിൽ മറ്റ് വെർട്ടെക്സുകളൊന്നുമില്ല. അങ്ങനെ 1,5, 2,5, 3,5, 4,5 ഇത്രയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ സ്റ്റേജ് 1 കംപ്ലീറ്റ് ആവും. ഇനി ഇതിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1,5 എന്ന് പറഞ്ഞാൽ 1ൽ നിന്ന് 1ലേക്കുള്ള ദൂരം. 1ൽ നിന്ന് 1ലേക്കുള്ള ദൂരം മെട്രിക്സ് നോക്കി നമുക്ക് എഴുതാം. 1ൽ നിന്ന് 1ലേക്കുള്ള ദൂരം എത്ര? 1ൽ നിന്ന് 1ലേക്കുള്ള ദൂരം 0 ആണ്. അപ്പം നമുക്ക് എഴുതാം 1ൽ നിന്ന് 1ലേക്കുള്ള ദൂരം വിത്ത് നോ വെർട്ടിക്സസ് ഇൻ ബിറ്റ്വീൻ. 1ൽ നിന്ന് 1ലേക്കുള്ള നേരിട്ടുള്ള റോഡിൻ്റെ ഡിസ്റ്റൻസ്. അപ്പം ഞാൻ എഴുതുന്നു ജി ഓഫ് 1,5 = 0. ഇതേപോലെ ജി ഓഫ് 2,5 എന്ന് പറഞ്ഞാൽ എന്താ? 2ൽ നിന്ന് 1ലേക്കുള്ള ദൂരം, 2ൽ നിന്ന് 1ലേക്ക് നേരിട്ടുള്ള ദൂരം, ഇതിനിടയിൽ മറ്റ് വെർട്ടെക്സുകളൊന്നും വരരുത്. 2ൽ നിന്ന് 1ലേക്ക് നേരിട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 2 to 1 ഇതാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 5 ആണ്. 2ൽ നിന്ന് 1ലേക്കുള്ള ദൂരം 5 ആണ്. അപ്പം നമ്മൾ എന്തെഴുതുന്നു? ജി ഓഫ് 2,5 = 5 എന്നെഴുതി. മനസ്സിലായോ? അടുത്ത എന്താ കണ്ടുപിടിക്കണ്ടേ? ജി ഓഫ് 3,5. 3,5 എന്താ? 3ൽ നിന്ന് 1ലേക്കുള്ള ദൂരം, 3ൽ നിന്ന് 1ലേക്ക് നേരിട്ടുള്ള റോഡിൻ്റെ ലെങ്ത്ത് അതെത്രയാണ്? 3ൽ നിന്ന് 1ലേക്കുള്ള നേരിട്ടുള്ള റോഡിൻ്റെ ലെങ്ത്ത് 6 കിലോമീറ്റേഴ്സാണ്. അപ്പം നമ്മളത് എഴുതി 6. അപ്പം നമുക്ക് എഴുതാം 3,5 = 6. അതേപോലെ 4,5. ജി ഓഫ് 4,5 എന്ന് പറഞ്ഞാൽ 4ൽ നിന്ന് 1ലേക്കുള്ള നേരിട്ടുള്ള റോഡിൻ്റെ ഡിസ്റ്റൻസ്. 4ൽ നിന്ന് 1ലേക്കുള്ള നേരിട്ടുള്ള റോഡിൻ്റെ ഡിസ്റ്റൻസ് 8 ആണ്. അത് നമ്മൾ എഴുതി. അങ്ങനെ ജി ഓഫ് I, 5 നമ്മൾ കണ്ടുപിടിച്ചു. വിച്ച് മീൻസ്
കോസ്റ്റ് ഓഫ് ദ പാത്ത് ഫ്രം നോഡ് ഐ ടു നോഡ് 1 വിത്ത് നോ വെർട്ടീസസ് ഇൻ ബിറ്റ്വീൻ. വെർട്ടീസസ് എന്ന് പറഞ്ഞാലും നോഡ് എന്ന് പറഞ്ഞാലും സിറ്റി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഇവരുടെ ഇടയിൽ മറ്റൊരു സിറ്റികളുമില്ല. നേരിട്ട് ഐ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്ന് സിറ്റി 1ലേക്കുള്ള ദൂരം അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്റ്റേജ് 1-ൽ. അങ്ങനെ സ്റ്റേജ് 1 മൊത്തത്തിൽ കഴിഞ്ഞു. ഇത്രയും ക്ലിയർ ആയോ? ഇനി നമ്മൾ നേരെ സ്റ്റേജ് 2ലേക്ക് പോകുന്നു. സ്റ്റേജ് 2-ൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ജി ഓഫ് ഐ കോമ എസ് ആണ്. എസ് ഒരു സെറ്റാണ്. എന്താണിത് എന്ന് നമുക്ക് നോക്കാം. ജി ഓഫ് ഐ കോമ സെറ്റ് എസ് എന്ന് വെച്ചാൽ ഇതും ഒരു പാത്താണ്. പാത്തിൻ്റെ കോസ്റ്റാണ്. എവിടെ നിന്ന് എങ്ങോട്ട്? നോഡ് ഐയിൽ നിന്ന് നോഡ് 1ലേക്കുള്ള പാത്തിൻ്റെ കോസ്റ്റ് തന്നെയാണ്. പക്ഷേ ഈ പാത്തിൽ സെറ്റ് എസ്സിൽ പറയുന്ന നോഡുകൾ ഇടയിൽ വരും. ഒന്നുകൂടെ ആവർത്തിക്കുന്നു. എന്താണിത്? ജി ഓഫ് ഐ കോമ സെറ്റ് എസ് എന്ന് പറഞ്ഞാൽ നോഡ് ഐയിൽ നിന്ന് നോഡ് 1ലേക്കുള്ള ദൂരം തന്നെയാണ്. പക്ഷേ നേരത്തെ ഇവിടെ 5 എന്നെഴുതി, വിച്ച് മീൻസ് ഈ പാത്തിൽ 1നും ഐക്കും ഇടയ്ക്ക് മറ്റ് നോഡുകളൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ സ്റ്റേജിൽ. ഈ സ്റ്റേജിൽ സെറ്റ് എസ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വിച്ച് മീൻസ് ഈ സെറ്റ് എസ്സിൽ ഞാൻ എത്ര സിറ്റികളുടെ പേരെഴുതുന്നുവോ ആ ഓരോ സിറ്റികളും ഈ പാത്തിനിടയിൽ വന്നേക്കാം. മനസ്സിലായോ? വിച്ച് മീൻസ് ഐ എന്ന നോഡിൽ നിന്ന് ആദ്യം ഈ സെറ്റിൽ പറയുന്ന നോഡിലേക്ക് പോവുക, ആ സെറ്റിൽ പറയുന്ന നോഡിൽ നിന്ന് നേരിട്ട് 1ലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഐയിൽ നിന്ന് സെറ്റ് എസ്സിലെ ഒരു നോഡിലേക്ക് പോകുന്നു, സെറ്റ് എസ്സിലെ നോഡിൽ നിന്ന് 1ലേക്ക് പോകുന്നു. ഇതാണ് ഇനിയും പറയുന്ന പാത്ത്. മനസ്സിലായോ? അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ട്? ഐയിൽ നിന്ന് സെറ്റ് എസ്സിലെ ഏതെങ്കിലും ഒരു നോഡിലേക്ക്, ഈ സെറ്റ് എസ്സിലെ നോഡിൽ നിന്ന് 1 എന്ന നോഡിലേക്ക്. ഇതാണ് ഇനി നമ്മുടെ ഫുൾ പാത്ത്. ഈ പാത്തിൻ്റെ കോസ്റ്റാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. സ്റ്റേജ് 1-ൽ ഞാൻ പറഞ്ഞു ഐക്കും 1നും ഇടയിൽ മറ്റാരുമില്ല. അതായത് ഇവരുടെ ഇടയിൽ 0 നോഡുകളാണ്. സ്റ്റേജ് 2-ൽ ഞാൻ പറയുന്നു നോഡ് ഐക്കും നോഡ് 1നും ഇടയിൽ, നോഡ് ഐക്കും നോഡ് 1നും ഇടയിൽ ഒരു സിറ്റി ആകാം, ഏതെങ്കിലും ഒരു സിറ്റി ആകാം. അപ്പോൾ സ്റ്റേജ് 0 എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ദ പാത്ത് ഫ്രം ഐ ടു 1. സ്റ്റേജ് 2-ലും പറയുന്നത് കോസ്റ്റ് ഓഫ് ദ പാത്ത് ഫ്രം ഐ ടു 1. പിന്നെ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? സ്റ്റേജ് 1-ൽ പാത്തിൻ്റെ ഇടയിൽ മറ്റ് സിറ്റികൾ വരാൻ പാടില്ല. So this is a path cost from I to 1 with no nodes in between. സ്റ്റേജ് 2-ൽ നമ്മൾ ചെയ്യുന്നത് പാത്ത് കോസ്റ്റ് തന്നെ, ഫ്രം ഐ ടു 1 തന്നെ, ബട്ട് ഓൺലി 1 ഇൻ്റർമീഡിയറ്റ് സിറ്റി, ഏതെങ്കിലും ഒരു സിറ്റിയിലൂടെ നമുക്ക് കടന്നു പോകാവുന്നതാണ്. അപ്പം ഞാൻ അതിനെ എങ്ങനെ എഴുതാൻ ആഗ്രഹിക്കുന്നു? ജി ഓഫ് 2, 3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? 2-ൽ നിന്ന് 1ലേക്കുള്ള പാത്തിൻ്റെ കോസ്റ്റ്. പക്ഷെ ഇവരുടെ ഇടയിൽ ആര് വരാം? 3 വരാം. എന്ന് വെച്ചാൽ 2-ൽ നിന്ന് 3ലേക്ക് പോകണം, 3-ൽ നിന്ന് 1ലേക്ക് പോകണം. സോ ഇറ്റ് ഈസ് എ പാത്ത് കോസ്റ്റ് വിച്ച് മൂവ്സ് ഫ്രം 2 to 1. 2-ൽ നിന്ന് 1ലേക്കുള്ള പാത്തിൻ്റെ കോസ്റ്റ് തന്നെയാണ്. പക്ഷെ 2-നും 1നും ഇടയിൽ ഏതെങ്കിലും ഒരു നോഡ് വരാം. അത് 3 ആകാം, അല്ലെങ്കിൽ 4 ആകാം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ജി ഓഫ് 2-ൽ നിന്ന് 1ലേക്കുള്ള പാത്ത്, ഇതിനിടയിൽ ഒന്നുകിൽ 3 വരാം, അല്ലെങ്കിലോ 2-ൽ നിന്ന് 1ലേക്കുള്ള പാത്തിൽ ആര് വരാം? 4 വരാം. അപ്പോൾ ഇത് രണ്ടും പോസിബിളാണ്. 2-ൽ നിന്ന് 1ലേക്ക് പോകണമെന്നേ പറഞ്ഞുള്ളൂ. 2-ൽ നിന്ന് 1ലേക്ക് പോകുമ്പോൾ 2-ൽ നിന്ന് 3ലേക്ക് പോയിട്ട് 3-ൽ നിന്ന് 1ലേക്ക് പോകാം, അല്ലെങ്കിൽ 2-ൽ നിന്ന് 4ലേക്ക് പോയിട്ട് 4-ൽ നിന്ന് 1ലേക്ക് പോകാം. അപ്പോൾ ഇനി 1 നോഡ് ഇൻ ബിറ്റ്വീൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കണം. ഏത്? ജി ഓഫ് 2, സെറ്റ് 3യും ജി ഓഫ് 2, സെറ്റ് 4ഉം. ഇതിൻ്റെ അർത്ഥം മൂവിങ് ഫ്രം 2 to 1 വിത്ത് 3 ഇൻ ബിറ്റ്വീൻ. ഇതിൻ്റെ അർത്ഥമോ മൂവിങ് ഫ്രം 2 to 1 വിത്ത് 4 ഇൻ ബിറ്റ്വീൻ.
ഇനി എന്തുകൊണ്ട് നമ്മളിങ്ങനെ എഴുതി? നമ്മുടെ ഗ്രാഫ് ഒന്ന് നോക്കിക്കേ. എന്താണ് ഗ്രാഫ്? ഇതാ ഗ്രാഫ്. ഈ ഗ്രാഫിൽ 2 1 പോകണം. പക്ഷേ ഏതെങ്കിലും ഒരു നോഡിലൂടെ കറങ്ങിപ്പോകാം. എന്ന് വെച്ചാൽ 2 1 നേരിട്ട് പോകുന്നത് സ്റ്റേജ് 1 കണ്ടുപിടിച്ചു. ഇപ്പോൾ പറയുന്നു 2 1 പോകണം, പക്ഷേ ഏതെങ്കിലും ഒരു നോഡിലൂടെ കറങ്ങി മാത്രമേ പോകാവൂ. അപ്പോൾ 2 3 വഴി 1 പോകാം, അല്ലെങ്കിൽ 2 4 വഴി 1 പോകാം. അപ്പം 2 3 1 എന്ന് പറയുന്നതുമാകാം പാത്ത്, അല്ലെങ്കിൽ 2 4 1 എന്ന് പറയുന്നതുമാകാം പാത്ത്. ഇത് രണ്ടും എന്താണ്? 2 1 പാത്തുകളാണ്. 2 1 പാത്ത് ഒന്നുകിൽ 3 വഴി പോകുന്നു, അല്ലെങ്കിൽ 4 വഴി പോകുന്നു. മനസ്സിലായോ? ഇതുപോലുള്ള പോസിബിൾ പാത്തുകളെല്ലാം കണ്ടെത്തുക. ഏതൊക്കെ ഉണ്ടാകാം? ഇങ്ങനെ എഴുതാം. ജി ഓഫ് 2 1 പാത്തുകൾ നമുക്ക് ആദ്യം എഴുതാം. അപ്പോൾ 2 1 പാത്തിൽ ആദ്യം 2ഉം 3ഉം 1ഉം ആകാം, അല്ലെങ്കിൽ 2 1 പാത്തിൽ 2 4 പോയിട്ട് 4 1 പോകാം. ഇത് 2 പാത്തുകൾ. ഇതേപോലെ 3 എന്നുള്ളത് എങ്ങനെ എഴുതാം? ജി ഓഫ് 3ൽ നിന്ന് 1 പാത്തുകൾ എഴുതുമ്പോൾ 3 1 പോകുന്നതിന് മുമ്പ് 3 2ൽ ചെന്നിട്ട് 2 1 പോകാം, അല്ലെങ്കിൽ ജി ഓഫ് 3 3 1 പാത്തിൽ 3ൽ നിന്ന് 4ൽ ചെന്നിട്ട് 4 1 പോകാം. അപ്പോൾ ഇത് രണ്ടിലും ഞാൻ ചെയ്യുന്നത് 3 to 1, 3 എന്ന നോഡിൽ നിന്ന് 1 എന്ന നോഡിലേക്കുള്ള പാത്താണ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഈ 3ക്കും 1നും ഇടയിൽ ഏതെങ്കിലും ഒരു ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സ് വരാമെന്നാണ് പറഞ്ഞത്. അതൊന്നുകിൽ 2 ആവാം, അല്ലെങ്കിൽ 4 ആവാം. ഓക്കെ. ഇനി ഇതേപോലെ ജി ഓഫ് 4ൽ നിന്നുള്ള പാത്തുകളും കണ്ടുപിടിക്കണം. അപ്പോൾ 4ൽ നിന്ന് 1 പോകണമെന്ന് പറഞ്ഞാൽ 4 1 പോവുകയും വേണം, ഇവരുടെ ഇടയിൽ ഏതെങ്കിലും ഒരു നോഡ് വരികയും വേണം. അപ്പോൾ 4 1 പോകുമ്പോൾ ഇവരുടെ ഇടയിൽ ഒന്നുകിൽ 3 വരാം, അല്ലെങ്കിൽ 2 വരാം. ഇതിൻ്റെ അർത്ഥം എന്താ? 4 3 പോകുന്നു, 3 1 പോകുന്നു, അല്ലെങ്കിൽ 4 2 പോകുന്നു, 2 1 പോകുന്നു. അപ്പം മൊത്തം എത്ര കേസസ് ആയി? ഇത്രയും കേസസ് ആയി. 6 കേസസ്. ഏതൊക്കെ? 2 1 പോസിബിൾ പാത്തുകൾ, 3 1 പോസിബിൾ പാത്തുകൾ, 4 1 പോസിബിൾ പാത്തുകൾ. മനസ്സിലായോ? അപ്പോൾ ഈ സ്റ്റേജ് 2ൽ നമ്മൾ ചെയ്തത് മൂവിങ് ഫ്രം എ നോഡ് ടു സിറ്റി 1, ഏതെങ്കിലും ഒരു നോഡിൽ നിന്ന് സിറ്റി 1 പാത്താണ് തിരഞ്ഞെടുക്കുന്നത്. ബട്ട് ദേ ക്യാൻ മൂവ് ടു എനി വൺ ഇൻ്റർമീഡിയറ്റ് നോഡ്, ഏതെങ്കിലും ഒരു ഇൻ്റർമീഡിയറ്റ് നോഡിലൂടെ അവർക്ക് യാത്ര ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ ഈ 2 പേരുടെയും ഇടയിൽ, അതായത് നോഡ് ഐക്കും നോഡ് 1നും ഇടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സ് വരാം, ഒരു ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സ് വരാം. മനസ്സിലായോ? അതാണ് സ്റ്റേജ് 2 എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഏതൊക്കെ വേണമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇതിൻ്റെ വാല്യൂ എങ്ങനെ എഴുതും അതും കൂടി ഒന്ന് പറയാം. ജി ഓഫ്, ജനറലായിട്ട് എഴുതുവാണ്, ജി ഓഫ് ഐ എസ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് എസ്സിൽ നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ എഴുതുമല്ലോ, ഏതെങ്കിലും ഒരു നോഡിൻ്റെ പേരായിരിക്കും അവിടെ എഴുതുക. ആ നോഡിൻ്റെ വാല്യൂവിനെ തൽക്കാലം ഞാൻ ജെ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സെറ്റ് എസ്സിൽ എഴുതുന്ന മെമ്പറുകളെ ഞാൻ ജെ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ കുറേ ജെയുടെ കളക്ഷനാണ് സെറ്റ് എസ്, കുറേ ജെയുടെ കളക്ഷനാണ് സെറ്റ് എസ്. സ്റ്റേജ് 1ൽ ഈ സെറ്റിൽ എലമെൻറ്റുകളൊന്നുമില്ലായിരുന്നു, സോ അതിൻ്റെ വാല്യൂ നള്ളായി. സ്റ്റേജ് 2ൽ സെറ്റ് എസ്സിൽ ഒരു എലമെൻറ്റ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, അതുകൊണ്ട് അവിടെ ഒരു ജെയെ കാണത്തുള്ളൂ. സ്റ്റേജ് 1ൽ ജെ ഒന്നുമില്ലായിരുന്നു, സ്റ്റേജ് 2ൽ ഒരു ജെ മാത്രമേ പാടുള്ളൂ. ഓക്കെ. ഇനി അതിൻ്റെ വാല്യൂ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കിക്കോ. ജി ഓഫ് ഐ സെറ്റ് എസ് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എഴുതേണ്ടത് സി ഓഫ് ഐ ജെ. സി ഓഫ് ഐ ജെ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ദ എഡ്ജ് ഫ്രം ഐ ടു ജെ, ഐയിൽ നിന്ന് ജെയിലേക്കുള്ള എഡ്ജിൻ്റെ കോസ്റ്റ്. ഐ ഏതാണ്? ഇത്. ജെയോ സെറ്റ് എസ്സിനകത്ത് എഴുതിയിരിക്കുന്ന വാല്യൂ ആണ് ജെ. അപ്പോൾ ഐയിൽ നിന്ന് ഈ സെറ്റിൽ എഴുതിയ ജെയിലേക്കുള്ള എഡ്ജിൻ്റെ കോസ്റ്റാണ് ഇത്, പ്ലസ്
ജി ഓഫ് ജെ കൊമ, ഇനി ഇവിടെ എഴുതുന്ന വാല്യൂ എന്താണ്? അവിടെ എഴുതുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ സെറ്റ് എസ്സിൽ നിന്ന് ജെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള വാല്യൂ. അപ്പോൾ സെറ്റ് എസ് മൈനസ് ജെ, ഇത് ഓർമ്മ വേണം. ജി ഓഫ് ഐ കോമ സെറ്റ് എസ് എന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്യുന്നത് സി ഓഫ് ഐ ജെ പ്ലസ് ജി ഓഫ് ജെ കോമ എസ് മൈനസ് ജെ. ഇതിൻ്റെ അർത്ഥം കോസ്റ്റ് ഓഫ് എഡ്ജ് ഫ്രം ഐ ടു ജെ, ഐയിൽ നിന്ന് ഈ സെറ്റിൽ നമ്മൾ എഴുതുന്ന ജെയിലേക്കുള്ള എഡ്ജിൻ്റെ കോസ്റ്റ് പ്ലസ് ജി ഓഫ് ജെ കൊമ, ജെ എന്താ? ഈ സെറ്റിലെ വാല്യൂ ജെ കൊമ, ഇനി ഈ വാല്യൂ എന്താണ്? ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ സെറ്റിൽ നിന്ന് ജെ പോയാൽ ബാക്കിയുള്ളതെന്തോ അതാണ് ഇവിടെ എഴുതുന്നത്. ഈ ഒരു ഇക്വേഷൻ ഓർമ്മയിരിക്കുക. ഇതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ സ്റ്റേജിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. അപ്പോൾ ആദ്യം ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ജി ഓഫ് 2,3. ഇതെന്ന് പറഞ്ഞാൽ 2ൽ നിന്ന് 1ലേക്കുള്ള പാത്താണ് വിത്ത് 3 ഇൻ ബിറ്റ്വീൻ. 2ൽ നിന്ന് 1ലേക്കുള്ള പാത്തിൽ ഇടയിൽ 3യിലൂടെ പോകുന്നു. ദാറ്റ് മീൻസ് 2 to 3, 3 to 1. അപ്പം 2ൽ നിന്ന് 1ലേക്ക് പോകുക എന്നുള്ള അൾട്ടിമേറ്റ് എയിം വിത്ത് 1 നോഡ് ഇൻ ബിറ്റ്വീൻ. ഏത് നോഡ്? നോഡ് 3 ഇൻ ബിറ്റ്വീൻ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ജി ഓഫ് 2,3 നമ്മൾ എഴുതുന്നത് സി ഓഫ് ഐ ജെ, ഇവിടെ ഐയുടെ വാല്യൂ എത്ര? 2, ജെയുടെ വാല്യൂ എത്ര? 3. അപ്പോൾ സി ഓഫ് 2,3 എന്ന് പറഞ്ഞാൽ 2ൽ നിന്ന് 3ലേക്ക് പോകാനുള്ള എഡ്ജിൻ്റെ കോസ്റ്റ്. ഇത് നമുക്ക് മെട്രിക്സിൽ നിന്ന് കിട്ടും. പ്ലസ് മെട്രിക്സിൽ നിന്ന് നോഡ് 2ൽ നിന്ന് നോഡ് 3ലേക്കുള്ള എഡ്ജിൻ്റെ കോസ്റ്റാണ് ഇവിടെ എഴുതേണ്ടത്. പ്ലസ് ജി ഓഫ് ജെ കോമ, ജെ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ജെ. അപ്പോൾ ഞാൻ എഴുതുന്നു 3 കോമ, പിന്നെന്താ പറഞ്ഞേ? സെറ്റ് എസ് മൈനസ് ജെ. സെറ്റ് എസ്സിൽ നിന്ന് ജെ അങ്ങ് പോയാൽ ബാക്കിയുള്ളത്, സെറ്റ് എസ്സിൽ ആകെ ഒരു എലമെൻറ്റേ ഉള്ളായിരുന്നു, അതങ്ങ് പോയാൽ പിന്നെ അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഞാനിവിടെ എഴുതുന്നു നൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാല്യൂ. സി ഓഫ് 2,3 പ്ലസ് ജി ഓഫ് 3,5. സി ഓഫ് 2,3 മെട്രിക്സിൽ നിന്ന് എഴുതാൻ പറ്റും. കോസ്റ്റ് ഓഫ് ദ എഡ്ജ് ഫ്രം 2 to 3. അതിൻ്റെ കൂടെ ജി ഓഫ് 3,5 കൂടെ എഴുതുക. ജി ഓഫ് 3,5 എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 1ൽ കണ്ടുപിടിക്കപ്പെട്ട ഒരു വാല്യൂ ആണ്. ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആയതുകൊണ്ട് ഓരോ സ്റ്റേജിലും കണ്ടുപിടിക്കുന്ന വാല്യൂ അടുത്ത സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ഒരു എൻറ്റയർ ഇക്വേഷൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടും. ഇനി ഇതേപോലെ ജി ഓഫ് 2,4 കണ്ടുപിടിക്കണം. 2,4ൻ്റെ അർത്ഥം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് പോകേണ്ടത് 2 എന്ന നോഡിൽ നിന്ന് 1 എന്ന നോഡിലേക്കാണ്. പക്ഷേ ഇവരുടെ ഇടയിൽ ഏതെങ്കിലും ഒരു നോഡിലൂടെ കടന്നു പോകാം. അത് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് 4 എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് 2ൽ നിന്ന് 4ലേക്ക് പോകുന്നു, 4ൽ നിന്ന് 1ലേക്ക് പോകുന്നു. അങ്ങനെയെങ്കിൽ ഈ പാത്തിൻ്റെ കോസ്റ്റ് എത്ര? റൂൾ അനുസരിച്ച് നമ്മൾ എഴുതേണ്ടത് സി ഓഫ് ഐ കൊമ ജെ, ഐയുടെ വാല്യൂ 2, ജെയുടെ വാല്യൂ 4 പ്ലസ് ജി ഓഫ് ജെ കൊമ ജെയുടെ വാല്യൂ 4 കൊമ സെറ്റ് എസ് മൈനസ് ജെ. സെറ്റ് എസ്സിലാകെ ഉള്ളത് 4ആണ്. ആ സെറ്റിൽ നിന്ന് ജെ അങ്ങ് പോയാൽ ബാക്കിയുള്ളത്, ആകെയുള്ളത് 4, അതങ്ങ് പോയാൽ പിന്നെ അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നൾ. അപ്പോൾ എഴുതുന്നു ഇങ്ങനെ. ഇതെന്താണ്? 2 എന്ന നോഡിൽ നിന്ന് 4 എന്ന നോഡിലേക്ക് പോകാനുള്ള എഡ്ജിൻ്റെ കോസ്റ്റ് മെട്രിക്സിൽ നിന്ന് എഴുതാം. ജി ഓഫ് 4,5 സ്റ്റേജ് 1ൽ കണ്ടുപിടിച്ചാണ്, അതും എഴുതാം. ഈ 2 വാല്യൂസ് സം ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെ ഈ ഓരോ വാല്യൂസും നമ്മൾ കണ്ടുപിടിക്കുക യൂസിങ് ദ ഇക്വേഷൻ. ഞാനിപ്പോൾ പറഞ്ഞു തന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ഇതെല്ലാം കണ്ടുപിടിക്കുക. അങ്ങനെ ഇതെല്ലാം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റേജ് 2ഉം കംപ്ലീറ്റ് ആയി. സ്റ്റേജ് 2 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരെ സ്റ്റേജ് 3ലേക്ക് പോകും. മനസ്സിലായോ? ഇനി നമുക്ക് സ്റ്റേജ് 3 ആണ്. സ്റ്റേജ് 3 എന്താണെന്ന് പറയാം. സ്റ്റേജ് 3 എന്ന് പറഞ്ഞാൽ ഒരു
നോഡിൽ നിന്ന് നോഡ് 1ലേക്ക് പോകണം. നോഡിൽ നിന്ന് ഏതെങ്കിലും ഒരു നോഡിൽ നിന്ന് നോഡ് 1ലേക്ക് പോകണം. നോഡ് 1 എന്ന് പറയാൻ കാരണം നോഡ് 1 സ്റ്റാർട്ടിംഗ് നോഡാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു നോഡിൽ നിന്ന് സ്റ്റാർട്ടിംഗ് നോഡിലേക്ക് പോവുകയും വേണം. ഈ പാത്തിൽ ഏതെങ്കിലും 2 സിറ്റികൾ നമുക്ക് വിസിറ്റ് ചെയ്യാം. എനി 2 സിറ്റീസിനെ നമുക്ക് വിസിറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റേജ് 1ൽ ഞാൻ പറഞ്ഞു നോഡ് ഐയിൽ നിന്ന് സ്റ്റാർട്ടിംഗ് നോഡിലേക്ക് പോകണം വിത്ത് നോ ഇൻ്റർമീഡിയറ്റ് സിറ്റീസ്. ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആരും വരാൻ പാടില്ല. സ്റ്റേജ് 2ൽ ഞാൻ പറഞ്ഞു നോഡ് ഐയിൽ നിന്ന് നോഡ് 1ലേക്ക് പോവുകയും വേണം. ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു സിറ്റി ആകാം. സ്റ്റേജ് 3ൽ ഞാൻ പറയുന്നു നോഡ് ഐയിൽ നിന്ന് നോഡ് 1ലേക്ക് പോകണം വിത്ത് 2 ഇൻ്റർമീഡിയറ്റ് സിറ്റീസ്. ഏതെങ്കിലും 2 ഇൻ്റർമീഡിയറ്റ് സിറ്റീസിലൂടെ നമുക്ക് പോകാം. അപ്പോൾ ഇങ്ങനെയാണിത്. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഇങ്ങനെ 4 സിറ്റികളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. 2ൽ നിന്ന് 1ലേക്ക് പോകണം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് 2ൽ നിന്ന് 1ലേക്കുള്ള പാത്താണ്. 2ൽ നിന്ന് 1ലേക്ക് പോവുകയും വേണം. ഇവരുടെ പാത്തിനിടയിൽ ഏതെങ്കിലും 2 സിറ്റീസ് വിസിറ്റ് ചെയ്യുകയും ആവാം. അപ്പോൾ ഇവിടെ ആകെയുള്ള 4. 2ൽ നിന്ന് 1ലേക്ക് പോവുകയും വേണം. ഈ പാത്തിൽ മറ്റ് എക്സ്ട്രാ 2 ഇൻ്റർമീഡിയറ്റ് സിറ്റീസ് വരികയും വേണം. അപ്പോൾ ആദ്യം 2, 2 to 3, 3 to 4, 4 to 1. അപ്പോൾ 2ൽ നിന്ന് 1ലേക്ക് എത്തുകയും ചെയ്യും. ഈ 2ൽ നിന്ന് 1ലേക്ക് എത്തുന്ന പാത്തിൽ 2 ഇൻ്റർമീഡിയറ്റ് സിറ്റികൾ വരികയും ചെയ്തു. അപ്പോൾ ഇതാണ് 2ൽ നിന്ന് 1ലേക്കുള്ള പാത്ത്. ഇതുപോലെ നമുക്ക് എന്തെഴുതാം? 3ൽ നിന്ന് 1ലേക്കുള്ള പാത്തിനെ കുറിച്ച് സംസാരിക്കാം. 3ൽ നിന്ന് 1ലേക്ക് പോകണം. നേരിട്ട് പോകാൻ പാടില്ല. പിന്നെയോ മറ്റേതെങ്കിലും 2 സിറ്റീസിലൂടെ കടന്നു വേണം പോകാൻ. അപ്പോൾ 3ൽ നിന്ന് 4ലേക്ക്, 4ൽ നിന്ന് 2ലേക്ക്, 2ൽ നിന്ന് 1ലേക്ക് അങ്ങനെ വേണമെങ്കിൽ പോകാം. അപ്പോൾ 2 ഇൻ്റർമീഡിയറ്റ് സിറ്റീസ് ആരാ? 2ഉം 4ഉം. അൾട്ടിമേറ്റ്ലി ഞാൻ 3ൽ നിന്ന് 1ലേക്ക് പോകുന്നു. ഇൻ്റർമീഡിയറ്റ് സിറ്റീസ് 2ഉം 4ഉം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്? 2ൽ നിന്ന് 1ലേക്ക് പോകണമെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സിറ്റീസ് 3ഉം 4ഉം ആകാം. 3ൽ നിന്ന് 1ലേക്ക് പോകുന്ന സമയത്ത് ഇൻ്റർമീഡിയറ്റ് സിറ്റീസ് 2ഉം 4ഉം ആകാം. 4ൽ നിന്ന് 1ലേക്ക് പോകുന്ന സമയത്ത് ഇൻ്റർമീഡിയറ്റ് സിറ്റീസ് 2ഉം 3ഉം ആകാം. ഇത് 3ൻ്റെയും വാല്യൂസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ജി ഓഫ് 2ൽ നിന്നുള്ള പാത്ത് കണ്ടുപിടിക്കാം. എനിക്ക് പോകേണ്ടത് 2ൽ നിന്ന് 1ലേക്ക്. സെറ്റിൽ ഇത്തവണ 2 ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സുകളുണ്ട്. ഇതിൻ്റെ അർത്ഥം എനിക്ക് 2ൽ നിന്ന് 1ലേക്ക് പോകണം വിത്ത് 2 ഇൻ്റർമീഡിയറ്റ് വെർട്ടീസസ്. ആരൊക്കെ? 3ഉം 4ഉം ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സുകളാണ്. അപ്പോൾ 2ൽ നിന്ന് 1ലേക്ക് പോകുന്ന വഴിയിൽ 3ലും 4ലും ടച്ച് ചെയ്ത് വേണം പോകാൻ. ഇതുപോലെ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഇതുപോലെ ജി ഓഫ് 3ൽ നിന്ന് 1ലേക്കുള്ള പാത്ത് വിത്ത് ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സുകൾ ആരൊക്കെ? 2ഉം 4ഉം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. പിന്നെയോ ജി ഓഫ് 4,2,3 എന്ന് വെച്ചാൽ 4ൽ നിന്ന് 1ലേക്കുള്ള പാത്തും കണ്ടുപിടിക്കണം. പക്ഷേ ആ ടൈമിൽ ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സുകൾ 2ഉം 3ഉമാണ്. അപ്പോൾ സ്റ്റേജ് 3ൽ ഈ 3 വാല്യൂസാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ അതേ ഇക്വേഷൻ നമുക്ക് നോക്കാം. സപ്പോസ് എനിക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ ജി ഓഫ് 3,24 ആണെന്ന് വെച്ചു. ഇതാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് കരുതുക. എങ്കിൽ എഴുതാം സി ഓഫ് ഐ ജെ. ഐയുടെ വാല്യൂ 3 ആണ്. ജെ എഴുതാൻ നേരം 2 ജെ ഉണ്ട്. നേരത്തെ പറഞ്ഞതനുസരിച്ച് സെറ്റ് എസ്സിൽ എത്ര എലമെൻറ്റുകൾ ഉണ്ടെങ്കിലും അതിനെയെല്ലാം ജെ എന്ന് തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ജെ ഉണ്ട്. ഏതെങ്കിലും ഒരു ജെ തൽക്കാലം ഞാൻ എടുക്കുന്നു. ഇത്തവണ ഞാൻ 2 എന്ന ജെ എടുക്കാൻ പോവുകയാണ്. ജെയുടെ വാല്യൂ ഇത്തവണ 2 ആണ്. അപ്പം ഞാൻ സി ഓഫ് 3,2 എന്നെടുത്തു. സി ഓഫ് 3,2 ഓക്കെ പ്ലസ് ജി ഓഫ് ജെ കോമ നമ്മളെടുത്ത ജെ ഏതാ? നമ്മളെടുത്ത ജെ 2 ആണ്. 2,
ഇനി എഴുതേണ്ടത് എസ് മൈനസ് ജെ. സെറ്റ് എസ്സിൽ നിന്ന് ജെ പോയാൽ ബാക്കിയുള്ളത്. ഇതായിരുന്നു സെറ്റ് എസ്. സെറ്റ് എസ്സിൽ നിന്ന് ജെ പോയാൽ ബാക്കി വരുന്ന ആരാ? 4. അപ്പോൾ ഇവിടെ ഇനി 4 മാത്രം. ഞാൻ പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കുക കേട്ടോ. ഇത് സി ഓഫ് ഐ ജെ ആണ്. സി ഓഫ് ഐ ജെ എന്ന് പറഞ്ഞാൽ ഇത് ഐയും ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ജെ തൽക്കാലം സെലക്ട് ചെയ്യുക. ഇപ്പം ഞാൻ 2 ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ സി ഓഫ് 2 3 എന്ന് എഴുതി, പ്ലസ് ജി ഓഫ് നമ്മൾ സെലക്ട് ചെയ്ത ജെ ഏതോ അത് എഴുതുക. ജി ഓഫ് 2 കോമ സെറ്റ് ഓഫ് എസ് മൈനസ് ജെ എന്നാണ്. സെറ്റ് എസ്സിൽ നിന്ന് ജെ പോയാൽ ബാക്കിയുള്ളത് ഇതാണ് ജെ എങ്കിൽ അത് പോയാൽ ബാക്കിയുള്ളത് 4. അപ്പോൾ അത് മാത്രം എഴുതി. അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സി ഓഫ് 3,2 പ്ലസ് ജി ഓഫ് 2,4. സി ഓഫ് 2 3 എന്ന് പറഞ്ഞാൽ സി ഓഫ് 3 2 എന്ന് പറഞ്ഞാൽ 3 എന്ന നോഡിൽ നിന്ന് 2 എന്ന നോഡിലേക്കുള്ള ഡയറക്റ്റ് എഡ്ജിൻ്റെ കോസ്റ്റ്. ജി ഓഫ് 2,4 എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 2-ൽ കണ്ടുപിടിച്ചൊരു വാല്യൂ ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തീർന്നില്ല, ഇനിയുമുണ്ട്. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ ഈ സെറ്റിൽ 2 വാല്യൂസ് ഉള്ളത് കൊണ്ട് ഒരു തവണ ഇതാണ് ജെ ആയിട്ട് എടുത്തതെങ്കിൽ ഇതും കൂടി ജെ ആയിട്ട് സെലക്ട് ചെയ്യുന്നൊരു കേസ് നമ്മൾ എഴുതേണ്ടിയിരിക്കുന്നു. അത് നമുക്കെങ്ങനെ എഴുതാം? സി ഓഫ് ഐ ഇത് തന്നെ. അപ്പം ഞാൻ എഴുതുന്നു 3, ഒരു തവണ ഇതിനെ ജെ ആയിട്ട് എടുത്തെങ്കിൽ ഇനി ഒരു തവണ ഇതിനെ ജെ ആയിട്ട് എടുക്കണം. അപ്പം ഞാൻ എഴുതുന്നു സി ഓഫ് 3,4 പ്ലസ് ജി ഓഫ് തിരഞ്ഞെടുത്ത ജെ ഒരു വട്ടം കൂടെ എഴുതുന്നു. സെറ്റ് എസ്സിൽ നിന്ന് ഇപ്പോൾ സെലക്ട് ചെയ്ത ജെ റിമൂവ് ചെയ്താൽ ബാക്കി വരുന്നത് ഇവിടെ എഴുതുക. 4 പോയാൽ പിന്നെ അവിടെ 2 മാത്രം. അപ്പോൾ 2 പോസിബിലിറ്റി എന്ന് പറയാൻ കാരണം എനിക്ക് പോകേണ്ടത് 3 എന്ന നോഡിൽ നിന്ന് 1-ലേക്കാണ്. അതിന് മാറ്റമൊന്നുമില്ല. 3 നിന്ന് 1-ലേക്ക് തന്നെയാണ് പോവേണ്ടേ. ഇവരുടെ ഇടയിൽ 2 ഇൻ്റർമീഡിയറ്റ് നോഡുകളാകാമെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് 2ഉം 4ഉം. അപ്പോൾ ഏതൊക്കെ പോസിബിലിറ്റി? 3-ൽ നിന്ന് 2-ലേക്ക് പോയി, 2-ൽ നിന്ന് 4-ലേക്ക് പോയി, 4-ൽ നിന്ന് 1-ലേക്ക് പോകാം. അല്ലെങ്കിൽ 3-ൽ നിന്ന് 4-ലേക്ക് പോയി, 4-ൽ നിന്ന് 2-ലേക്ക് പോയിട്ട് പിന്നെ 1-ലേക്ക് പോകാം. ഇത് രണ്ടിൽ ഏതായാലും 3 to 1 നമ്മൾ പോവുകയും ചെയ്യുന്നു. ഇൻ്റർമീഡിയറ്റ് ആയിട്ട് 2ഉം 4ഉം വരികയും ചെയ്യുന്നു. അപ്പോൾ ഈ 2 പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇതും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആദ്യം 3-ൽ നിന്ന് 2-ലേക്ക് പോവുക, 2-ൽ നിന്ന് 4-ലേക്ക് പോവുക, പിന്നീട് അവിടെ നിന്ന് 1-ലേക്ക് പോവുക. ഇത് 3-ൽ നിന്ന് 4-ലേക്ക് പോകുന്നു, 4-ൽ നിന്ന് 2-ലേക്കും 2-ൽ നിന്ന് 1-ലേക്കും പോകുന്നു. അങ്ങനെ ഈ 2 വാല്യൂസും കണ്ടുപിടിച്ച ശേഷം ഇതാണോ മിനിമം അതോ ഇതാണോ മിനിമം എന്ന് നോക്കുക. ഈ 2 വാല്യൂസിൽ ഏതാണ് മിനിമം എന്ന് വെച്ചാൽ ആ വാല്യൂ ആയിരിക്കും ഇതിലേക്ക് അസൈൻ ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആയോ? ഇങ്ങനെ സ്റ്റേജ് 3-ൽ 3 പാത്ത് കോസ്റ്റാണ് കണ്ടുപിടിക്കുന്നത്. 3-ൽ നിന്ന് 1-ലേക്കുള്ളതും 4-ൽ നിന്ന് 1-ലേക്കുള്ളതും 2-ൽ നിന്ന് 1-ലേക്കുള്ളതുമായ 3 പാത്ത് കോസ്റ്റുകൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെ നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ ജി ഓഫ് 2, സെറ്റ് 3 4 എന്നായിരുന്നെങ്കിൽ നമ്മൾ എന്തെഴുതിയേനെ? സി ഐ ജെ 2, 3 പ്ലസ് ജി ഓഫ് സെലക്ട് ചെയ്ത ജെ, ഈ ജെ പോയാൽ സെറ്റിൽ ബാക്കിയുള്ളത് 4. ഇതാണോ അതോ സി ഓഫ് 2, മറ്റേ ജെ പ്ലസ് ജി ഓഫ് ഇപ്പോൾ സെലക്ട് ചെയ്ത ജെ ഒഴികെ ബാക്കി സെറ്റിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം എഴുതുക. ഈ 2 വാല്യൂസിൽ ഏതാണോ മിനിമം അതിനെ ഇതിലേക്ക് അസൈൻ ചെയ്യുക. അങ്ങനെ 3-ൽ നിന്ന് 1-ലേക്കുള്ള പാത്തും 2-ൽ നിന്ന് 1-ലേക്കുള്ള പാത്തും 4-ൽ നിന്ന് 1-ലേക്കുള്ള പാത്തിൻ്റെ കോസ്റ്റും കണ്ടുപിടിക്കുന്നു. സ്റ്റേജ് 1 I to 1 with no nodes in between. Stage 2 I to 1
with only one node in between. Stage 3, I21 with 2 nodes in between. അപ്പോൾ ഇനി സ്റ്റേജ് 4. സ്റ്റേജ് 4 എന്തായിരിക്കും? സിമിലർ. നോഡ് ഐയിൽ നിന്ന് നോഡ് 1ലേക്ക് പോവുകയും വേണം, 3 ഇൻ്റർമീഡിയറ്റ് നോഡുകൾ വരികയും വേണം. ആകെ ഉള്ളത് 4 സിറ്റീസാണ്. 1 2 3 4. അല്ലേ, ടേബിൾ നിരക്കരുത്. മുമ്പ് അമ്മ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ മോൻ ടേബിൾ നിരക്കി മാറിക്കി. ഓക്കെ, അപ്പോൾ 4 സിറ്റീസാണുള്ളത്. ഈ 4 സിറ്റീസിനെ നമ്മൾ പറഞ്ഞ റൂൾ അനുസരിച്ച് എന്താണ്, ഒരു പർട്ടിക്കുലർ നോഡിൽ നിന്ന് സ്റ്റാർട്ടിംഗ് നോഡിലേക്ക് പോവുകയും വേണം, 3 ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സുകൾ വരികയും വേണം. 3 ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഇത് 3 ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ സ്റ്റാർട്ടും എൻഡും ഏതായിപ്പോയി? ഇതായിപ്പോയി. എന്ന് വെച്ചാൽ നമുക്കിതാ ഇങ്ങനെ എഴുതാം. നോഡ് 1ൽ നിന്ന് നോഡ് 1ലേക്ക് തന്നെയുള്ള പാത്ത്, നോഡ് 1ൽ തുടങ്ങി 1ൽ അവസാനിക്കുന്നൊരു പാത്തും 3 ഇൻ്റർമീഡിയറ്റ് നോഡുകളും ആകാം. ഈ ഒരൊറ്റ പോസിബിലിറ്റി ഇവിടെ ഉള്ളൂ. എന്താ കാര്യം? 1 2 3 4. 2ൽ നിന്ന് തുടങ്ങുന്നതായിട്ട് കാണിക്കാമെങ്കിൽ 2ൽ നിന്ന് 1ലേക്ക് പോകുകയും വേണം, 3 ഇൻ്റർമീഡിയറ്റ് നോഡ് വരികയും വേണം. പോസിബിളാണോ? ആകെ 2 ഇൻ്റർമീഡിയറ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കുക. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എഴുതാം, മൊത്തം 4 സിറ്റീസ് ഉണ്ടായിരുന്നതിൽ നിന്ന് നോഡ് 1ൽ നിന്ന് 1ലേക്ക് തന്നെയുള്ള പാത്ത് ഇത്തവണ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. കാരണം 1 അല്ലാതെ മറ്റേതെങ്കിലും ഒരു നോഡിൽ നിന്ന് ഞാൻ പാത്ത് സ്റ്റാർട്ട് ചെയ്താൽ 3 ഇൻ്റർമീഡിയറ്റ് നോഡുകൾ നമുക്ക് പോസിബിൾ അല്ല. 2ൽ നിന്ന് 1ലേക്കുള്ള പാത്തിലും 3 ഇൻ്റർമീഡിയറ്റ് നോഡുകൾ കിട്ടത്തില്ല. 3ൽ നിന്ന് 1ലേക്കുള്ള പാത്തിലും 3 ഇൻ്റർമീഡിയറ്റ് നോഡ് കിട്ടത്തില്ല. 4ൽ നിന്ന് 1ലേക്കുള്ള പാത്തിലും 3 ഇൻ്റർമീഡിയറ്റ് നോഡുകൾ കിട്ടത്തില്ല. പിന്നെ എന്തേ കിട്ടൂ? 1ൽ നിന്ന് 1ലേക്കുള്ള പാത്ത് തന്നെ നമുക്ക് നോക്കാം. വിത്ത് 3 ഇൻ്റർമീഡിയറ്റ് നോഡ്സ് ഇൻ ബിറ്റ്വീൻ. 1ൽ തുടങ്ങി 2 3 4 വിസിറ്റ് ചെയ്ത് 1ൽ തന്നെ തിരിച്ചെത്തുന്നു. അപ്പോൾ 1ൽ തുടങ്ങി 1ൽ അവസാനിക്കുന്നൊരു പാത്ത് വിത്ത് 2 3 ആൻഡ് 4 സിറ്റീസ് ഇൻ ബിറ്റ്വീൻ. മനസ്സിലായോ? അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക, തുടങ്ങുന്ന സിറ്റിയിൽ തന്നെ എൻഡ് ചെയ്യുന്നൊരു പാത്ത് എപ്പോൾ വരുന്നോ അത് ലാസ്റ്റ് സ്റ്റേജ് ആണെന്ന് കണക്ക് കൂട്ടുക. അപ്പോൾ ഇത്തവണ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ജി ഓഫ് 1ൽ നിന്ന് ഉള്ള പാത്ത്, 1ലേക്ക് തന്നെ അവസാനിക്കുന്നൊരു പാത്ത്. ഇത്തവണ സെറ്റിൽ 3 സിറ്റീസ്, 2ഉം 3ഉം 4ഉം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ എഴുതാം? സി ഓഫ് 1, 2. ഇത്തവണ ഞാൻ ജെ ആയിട്ട് എടുത്തിരിക്കുന്ന 2 ആണ്. 1, 2 പ്ലസ് ജി ഓഫ് എന്താണ്? ജെ ഒഴികെ ബാക്കിയെല്ലാം എന്തിലുണ്ടോ സെറ്റിൽ വരുന്ന ബാക്കി 2 എലമെൻറ്റുകളും 3, 4. സെറ്റിൽ 3 പേരായിരുന്നു, അതിൽ ജെ ആയി 2വിനെ തിരഞ്ഞെടുത്താൽ പിന്നെ ആ സെറ്റിൽ ബാക്കി വരുന്നത് ഇത് 2 മാത്രം. അങ്ങനെ ഇതൊരു പോസിബിലിറ്റി. രണ്ടാമത്തെയോ? സി ഓഫ് 1, ജെ 3 ആയിട്ട് തിരഞ്ഞെടുത്താൽ ജി ഓഫ് ജെ, 3 പോയാൽ സെറ്റിൽ ബാക്കി വരുന്നത് 2, 4. ഇതാണോ? അതോ സി ഓഫ് 1, 4 പ്ലസ് ജി ഓഫ് 4, 2, 3. ഈ 3 പോസിബിലിറ്റീസിൽ ഏതാണോ മിനിമം അതാണ് ഇതിൻ്റെ വാല്യൂ. മനസ്സിലായോ? അപ്പോൾ ഇതും ഈ 3 വാല്യൂസ് നമുക്ക് മെട്രിക്സിൽ നിന്ന് കിട്ടും. ഇതും ഈ 3 വാല്യൂസ് നമുക്ക് സ്റ്റേജ് 3ൽ നിന്ന് കിട്ടും. അങ്ങനെ സ്റ്റേജ് 1ലെ വാല്യൂസ് സ്റ്റേജ് 2 യൂസ് ചെയ്യുന്നു, സ്റ്റേജ് 2ൻ്റെ വാല്യൂസ് സ്റ്റേജ് 3 യൂസ് ചെയ്യുന്നു. അങ്ങനെ ഓരോ സ്റ്റേജിൻ്റെയും വാല്യൂ നെക്സ്റ്റ് സ്റ്റേജ് റീയൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ മാത്രമുള്ളൊരു കോൺസെപ്റ്റാണ്. അങ്ങനെ ലാസ്റ്റ് സ്റ്റേജും ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇനി സൊല്യൂഷനിലേക്ക് നമുക്ക് പോകാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി സൊല്യൂഷനിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് സൊല്യൂഷൻ എഴുതുന്നതെന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പം നമ്മൾ സൊല്യൂഷൻ ലാസ്റ്റ് സ്റ്റേജിൽ നിന്നാണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ലാസ്റ്റിൽ നിന്ന് ഫോർത്തിൽ നിന്ന് തേർഡിലേക്കും, തേർഡിൽ നിന്ന് സെക്കൻഡിലേക്കും, സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്കും പോയെങ്കിൽ മാത്രമേ സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ നിന്ന് ബിഗിൻ ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റേജ് നോക്കുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ്. അവിടെ 3 വാല്യൂസ് ഉണ്ടായിരുന്നു. 3 വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൽ മിനിമം ആണ് നമ്മൾ തിരഞ്ഞെടുത്ത് ഇതിലേക്ക് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ലാസ്റ്റ് സ്റ്റേജിൽ 3 വാല്യൂസ് കിട്ടും. 3-ൽ മിനിമം നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കേണ്ടത് ലാസ്റ്റ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഈ മിനിമം വാല്യൂ കിട്ടിയത് എപ്പോഴാണ് നോക്കാം. മിനിമം 35. അത് കിട്ടിയത് ഇവിടെ നിന്നാണ്. വിച്ച് മീൻസ് ഇതാണ് കേസ്. ഇത് വ്യക്തമായി പറയുന്നു നമുക്ക് പോകേണ്ടത് 1-ൽ നിന്ന് 2-ലേക്കാണ്. അപ്പോൾ നമ്മൾ ഉറപ്പിച്ചു നോഡ് 1-ൽ നിന്ന് ആദ്യം നോഡ് 2-ലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ മിനിമം വാല്യൂ കിട്ടുന്നത് ആർക്കോ അത് ഏത് സ്റ്റേജിനെ സൂചിപ്പിക്കുന്നു എന്ന് നോക്കുക. ഇപ്പോൾ 35 എന്ന് പറയുന്നത് ഇതിനെയും, 40 എന്ന് പറയുന്ന ഇതിനെയും, 43 എന്ന് പറയുന്ന ഇതിനെയും സൂചിപ്പിക്കുന്നു. ഇതിൽ മിനിമം 35 ആയതുകൊണ്ടും 35 ഇതിനെ പോയിൻ്റ് ചെയ്യുന്നത് കൊണ്ടും അതിലെ ഇതാണ് നമ്മുടെ വാല്യൂ. C12-ൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യം നമ്മൾ പോകേണ്ടത് 1-ൽ നിന്ന് 2-ലേക്കാണ്. ഇത് ഓർമ്മ വെച്ചോണം. നമ്മൾ ആദ്യം പോകുന്നത് 1-ൽ നിന്ന് 2-ലേക്കാണ്. അടുത്ത കണ്ടുപിടിക്കേണ്ടത് 2-ൽ നിന്ന് എങ്ങോട്ട് പോകണം. 1-ൽ നിന്ന് 2-ലേക്ക് എത്തിക്കഴിഞ്ഞു, 2-ൽ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്നാണ് അടുത്ത കണ്ടുപിടിക്കേണ്ടത്. അപ്പം 2-ൽ നിന്ന് നമുക്ക് എങ്ങോട്ട് പോകണം അതറിയണമെങ്കിൽ തൊട്ട് പ്രീവിയസ് സ്റ്റേജിലേക്ക് നമുക്ക് പോകാം. പ്രീവിയസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 3. സ്റ്റേജ് 3-ൽ ഇത് 4-ൽ നിന്നുള്ള പാത്തും ഇത് 3-ൽ നിന്നുള്ള പാത്തുമാണ്. ഇത് രണ്ടും നമുക്ക് വേണ്ട. പിന്നെ ഏതാ വേണ്ടുന്നത്? 2-ൽ നിന്നുള്ള പാത്താണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് 2-ൽ നിന്നുള്ള പാത്തിലേക്ക് പോകാം. സ്റ്റേജ് 3-ൽ 2-ൽ നിന്നുള്ള പാത്താണിത്. അപ്പോൾ 2-ൽ നിന്ന് 2 പാത്തുകൾ പോസിബിളാണ്. ഏതൊക്കെ? ഇതും ഇതും. അതിൽ രണ്ടിനും നമുക്ക് 2 വാല്യൂസ് കിട്ടി. ഇവയിൽ മിനിമം തിരഞ്ഞെടുത്തിരുന്നു 25. ആ മിനിമം എപ്പോഴാണ് കിട്ടിയത്? ഈ സ്റ്റേജിൽ നിന്നാണ് കിട്ടിയത്. 29 ഇവിടെ നിന്നും 25 ഇവിടെ നിന്നുമാണ് കിട്ടിയത്. അപ്പോൾ മിനിമം കിട്ടിയത് ഈ സ്റ്റേജിൽ നിന്നായതുകൊണ്ട് നമ്മൾ ഉറപ്പിക്കുന്നു 2-ൽ നിന്ന് പോകേണ്ടത് 4-ലേക്കാണ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ നിന്ന് നമുക്ക് മനസ്സിലായി 1-ൽ നിന്ന് 2-ലേക്ക് പോവുക എന്നും, തേർഡ് സ്റ്റേജിൽ നിന്ന് നമുക്ക് മനസ്സിലായി 2-ൽ നിന്ന് 4-ലേക്ക് പോവുക എന്നും. ഇനി അടുത്ത് നോക്കേണ്ടത് 4-ൽ നിന്ന് എങ്ങോട്ട് പോകണം. 4-ൽ നിന്ന് എങ്ങോട്ട് പോകണമെന്നറിയാൻ തൊട്ട് പ്രീവിയസ് സ്റ്റേജിലേക്ക് പോവുക. അപ്പോൾ പ്രീവിയസ് സ്റ്റേജ് ഏതാ? സ്റ്റേജ് 2. സ്റ്റേജ് 2-ൽ 6 വാല്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 4-ൽ നിന്നുള്ള പാത്തുകൾ മാത്രം നമ്മൾ എടുത്താൽ മതി. കാരണം ഓൾറെഡി ഞാൻ 1-ൽ നിന്ന് 2-ലേക്കും 2-ൽ നിന്ന് 4-ലേക്കും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. 4-ൽ നിന്ന് എങ്ങോട്ട് പോകണം? 4-ൽ നിന്ന് ഒന്നുകിൽ 2-ലേക്ക് പോകാം, അല്ലെങ്കിൽ 3-ലേക്ക് പോകാം. പക്ഷേ ഇത് നമ്മൾ എടുക്കില്ല. എന്താ കാര്യം? നോഡ് 1-ൽ നിന്ന് 2-ലേക്കും 2-ൽ നിന്ന് 4-ലേക്ക് പോകണം എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വിച്ച് മീൻസ് 1-ഉം 2-ഉം 4-ഉം ഓൾറെഡി വിസിറ്റഡ് ആണ്. ഒരിക്കൽ വിസിറ്റ് ചെയ്ത സിറ്റിയെ വീണ്ടും വിസിറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് 4-ൽ നിന്ന് ഇനി ഒരിക്കലും 2-ലേക്ക് പോകാൻ പറ്റില്ല. പിന്നെയോ? അപ്പോൾ ആകെ ഒരു പോസിബിലിറ്റി ഉള്ളൂ, 4-ൽ നിന്ന് 3-ലേക്ക് പോവുക. അപ്പം നമ്മൾ അതും ഉറപ്പിച്ചു. എന്തൊക്കെ ഉറപ്പിച്ചു? 1-ൽ നിന്ന് 2-ൽ പോയി, 2-ൽ നിന്ന് 4-ൽ പോയി, 4-ൽ നിന്ന് 3-ലും പോയി. 1, 2, 4, 3 എല്ലാ സിറ്റിയും വിസിറ്റായി. ഇനി ലാസ്റ്റ് സിറ്റിയിൽ നിന്ന് തിരിച്ചെങ്ങോട്ട് പോയാൽ മതി? 1-ലേക്ക് പോയാൽ മതി. ആകെ 4 സിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അതിലെ എല്ലാ സിറ്റിയും ഒരു തവണ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി ലാസ്റ്റ് സിറ്റിയിൽ നിന്ന് സ്റ്റാർട്ടിംഗ് സിറ്റിയിലേക്ക് തിരിച്ചു പോകണം. ഇത് കണ്ടുപിടിക്കാനായി ഇതിൻ്റെ പ്രീവിയസ് സ്റ്റേജിലേക്ക് പോവുക. അതായത് നമ്മളിപ്പോൾ സ്റ്റേജ് 2-ലാണെങ്കിൽ ഇനിയും സ്റ്റേജ് 1-ലേക്കാണ് പോകേണ്ടത്. സ്റ്റേജ് 1-ൽ പോകുന്നു. പറഞ്ഞതനുസരിച്ച്
1 to 2, 2 to 4, 4 to 3 എന്നുറപ്പിച്ചു. 3 to 1 ആണ് ലാസ്റ്റ് സ്റ്റേജ്. 3 to 1 ആണ്ട് ഇതാണ് 3 1 നേരിട്ടുള്ള ദൂരം. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രാവലിംഗ് സെയിൽസ് പേഴ്സൺ പ്രോബ്ലം സോൾവ് ചെയ്ത് കണ്ടുപിടിച്ച മിനിമം കോസ്റ്റുള്ള പാത്താണ് 1 to 2, 2 to 4, 4 to 3, 3 to 1. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.